നോക്കി. പക്ഷേ ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ കടമെടുപ്പിൽ കേന്ദ്രം ഇന്ന് സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കുകയാണ്. MG മിഥുനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സംസ്ഥാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ, ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മറികടക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ഈ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ള ആവശ്യം, അതിൽ അനുഭാവപൂർണമായ ഒരു നിലപാടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ ഇന്ന് കേന്ദ്രം നിലപാട് അറിയിക്കുകയാണ്. വളരെ നിർണായകമായിരിക്കും ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എങ്ങനെ സുപ്രീംകോടതിയിൽ അവതരിപ്പിക്കും എന്നുള്ളത്. എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോടതി ഇടപെടൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നത് തന്നെയായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ കൂടുതൽ ഈ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി നടത്തിയ പരാമർശങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ പരാമർശങ്ങളൊക്കെ തന്നെ LDF സർക്കാരിന് വലിയ കൂടുതൽ മേൽക്കൈ നൽകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. കടമെടുപ്പ് പരിധിയിൽ നിയമ പോരാട്ടം തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഒറ്റത്തവണ പാക്കേജ് നടപ്പാക്കിക്കൂടെ എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അടുത്ത വർഷം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇളവുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്താവുന്നതാവില്ലേ എന്ന കാര്യവും സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഏപ്രിൽ 1-ന് 5000 കോടി രൂപ നൽകാമെന്നൊരു നിലപാട് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ കോടതി അറിയിക്കണമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് കേരളത്തിന് എത്രത്തോളം അനുകൂലമാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 26,000 കോടി രൂപ അടിയന്തരമായി വേണം. ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നു. ശമ്പളം നൽകാനുള്ള സാഹചര്യമില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തികമായി വേണ്ടിവരും. അതിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ നമുക്കറിയാം, ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ അടിയന്തരമായി, അതായത് 13,000 കോടി രൂപ നൽകാമെന്നുള്ളൊരു നിർദ്ദേശം ഈ ഒരു യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുന്നിലേക്ക് വെച്ചു. പക്ഷേ ഹർജി പിൻവലിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിൽ ആ സമവായ ചർച്ചയിൽ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയും ചെയ്തില്ലായിരുന്നു. പിന്നീട് ഈ ഒരു കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ മേലിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 13,600 കോടി രൂപ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ആശ്വാസം പകരുന്ന ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ നമുക്കറിയാം, AG മുഖേന കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്, അതായത് ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബംഗാളിന് ശേഷം ഇത്തരത്തിൽ ധനകാര്യ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം AG സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ പക്ഷേ അത് കേന്ദ്രം സർക്കാരിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി തള്ളിക്കളെന്നാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. എന്തായാലും അടിയന്തരമായി തന്നെ തുക നൽകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും 5000 കോടി രൂപ അടുത്ത മാസം, അതായത് ഏപ്രിൽ 1-ന് നൽകാമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി സംസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിർണായക തീരുമാനം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ നിർണായക തീരുമാനം, അതായത് സംസ്ഥാനത്തിന് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും MG മിഥുനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.